അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ പത്തിൽ അള്ളാഹു ഏറ്റവും വിശിഷ്ടമായി കണക്കാക്കിയ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും അതോടൊപ്പം കൂടുതൽ അഭിപ്രായം സ്ഥിരപ്പെടുത്തുകയും ചെയ്ത ഒരു രാവിൽ അള്ളാഹ്ക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതിനെ അള്ളാഹുവെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ ഇതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റമദാൻ ജീവിതത്തിൽ കിട്ടുക ഭാഗ്യവാന്മാരുടെ ലക്ഷണമാണ്. ഈ കഴിഞ്ഞ ശഅബാൻ 30 പിറ്റേ ദിവസത്തെ പത്രത്തിലെ ചരമകോളത്തിൽ പെട്ടവർക്കൊക്കെ ഈ ഭാഗ്യമില്ലാതെ പോയി. ശഅബാൻ 30 അല്ലെങ്കിൽ റമദാൻ മാസപ്പിറവി കണ്ട അന്നത്തെ രാവിലെ നമ്മൾ നോക്കിയ പേപ്പറിൽ ചരമകോളത്തിൽ കണ്ടവർക്കൊക്കെ ഈ ഭാഗ്യം കിട്ടാതെ പോയി. റമദാൻ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് അമ്പിയാക്കളുടെ നബിമാരുടെ ളുഹർ അസറിന്റെ പ്രോഗ്രസ് കാർഡിലേക്ക് എത്താനുള്ള എളുപ്പ വഴികളാണ്. അവരൊക്കെ ഒരുപാട് കാലം ളുഹർ അസർ മഗ്‌രിബ് ഇശാ ഫുൾ A+ ആണ്. നമ്മൾ അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ 900 കൊല്ലമൊന്നും നമ്മൾ ജീവിക്കൂല. നമ്മുടെ ആയുസ് നമുക്കൊക്കെ അറിയാം. ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേക്കുറിച്ച് വ്യാകുലപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോഴാണല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നബി, ലൈലത്തുൽ ഖദർ എന്താന്ന് അങ്ങനെ ചോദിച്ചു തുടങ്ങുകയാണത്. ലൈലത്തുൽ ഖദർ പറയാൻ മാത്രല്ല, അതെന്താന്ന് നബിയെ താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ പിന്നെ ഇങ്ങനെ ആവർത്തിച്ചിട്ട് ഇന്നാളെ നിങ്ങൾ കണ്ടുക്കണ, ആ ആളേതാ എനിക്കറിയോ, നാളെ ഇന്നാളാണ് എന്ന് പറയുന്ന പോലെ എന്തൊരു സംഭവമാണ്. ഖുർആനിൽ കൂടെ അങ്ങനെ പരതി നോക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അർ-റഹ്മാൻ സൂറത്ത് തന്നെ ഓതുക. അതിലുണ്ട് പരലോകത്ത് കുറെ കാര്യം പറയുന്നത്. ഇപ്പോൾ എന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തിനാണ് ഈ ലാസ്റ്റ് ചെയ്യാത്ത, ഗ്യാരണ്ടി ഇല്ലാത്ത? എൻ്റെ അഭിപ്രായത്തിൽ ഈ ദുന്യാവ് ചൈന നിർമ്മിതാണോ എന്ന് തോന്നിപ്പോവാണ്. നോ ഗ്യാരണ്ടി നോ വാറണ്ടി. അതിൻ്റെ അർത്ഥം അള്ളാഹ് പഠിച്ചതല്ല. ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല. എന്നാൽ അവിടെ ക്യാൻസർ ഇല്ല, കിഡ്നി ഇല്ല, ഒരു രോഗമില്ല, പ്രയാസമില്ല, ഒക്കത്തിനും നല്ല മൊഞ്ചായ പ്രായം, ടെൻഷനില്ല, ഒരു പ്രശ്നമില്ല. അതന്നെ എന്നും കാലാകാലാണ്, കുറച്ച് ദിവസത്തിനല്ല. അപ്പോ ഒരു നല്ല പുതപ്പ് കൊണ്ടുവന്നിട്ട് അതിൽ ഇതാണ് ഈടുള്ളത് എന്ന് പറയുമ്പോൾ വില കുറവാണെങ്കിലും വാങ്ങൂല. കാരണം എന്താ, ലാസ്റ്റ് എന്താ വാങ്ങുക? ഒരു നല്ല AC, ഒരു നല്ല വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജാണ്, വാഷിംഗ് മെഷീനാണ്, ഹൈക്കട്ടിലാണ്. ഇത് ഈടുണ്ട് എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ളവന്റെ പണി എന്താ? അഫലാ തഅഖിലൂൻ, ചിന്തിക്കണോന്റെ പണി ഈടുള്ളത് വാങ്ങല, അല്ലാതെ പൊട്ടനാവൂല അവിടെ. കാരണം കാണാൻ നല്ല രസമുണ്ട്. വിറ്റൊഴിക്കൽ കാലിയാക്കൽ, വേഗം ചെന്ന് വാങ്ങുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ് ആ സാധനം അരക്കയക്കില്ല എന്ന് പറഞ്ഞാൽ അത് ആരാ കൊള്ളുക? ദുന്യാവ് അതുപോലെയാണ്, ഇതിനൊരു വിലയില്ല. അവിടത്തേക്കുള്ള അധ്വാനാണ് അദ്ദുന്യ മസ്റഹത്തുൽ ആഖിറ. പരലോകത്തേക്കുള്ള കൃഷിസ്ഥലം ഈ ദുന്യാവാണ്. ഇവിടെ വിതച്ച അവിടെ കൊയ്യാം. പാടത്ത് കട്ട മാത്രം ഇട്ടിട്ട് കൊയ്യാൻ പോകുന്നവൻ പൊട്ടനാ, പിന്നെ കൊയ്യാൻ പോകുന്നതിൽ അർത്ഥമില്ല. ഇത് കൃഷി ചെയ്യാൻ കിട്ടുന്ന അവസരം, അതന്നെ. എന്താ കൃഷി? അത്ഭുതാവഹാണ്. ഇവിടെ ഇരിക്കുമ്പോ കൂലി കിട്ടണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല ചൊല്ലി കിട്ടിയാൽ മതി.
തുപ്പുമ്പോ മുന്നിലേക്ക് തുപ്പണത് ഒന്നും ഇങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് തുപ്പിയാ മതി. അച്ഛണ്ട് ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞാ കൂലി, ഇങ്ങോട്ട് ചെരിഞ്ഞാ കൂലി. ഏത് മേഖല നോക്കുമ്പോഴും ഇതുകൊണ്ട് റബ്ബിങ്ങനെ നിറച്ചിരിക്കുകയാണ്. അതോ പൈസക്ക് ചെലവില്ല. അപ്പൊ അള്ള തീരുമാനിക്കുകയാണ്. നല്ല എമൗണ്ട് അടച്ചവൻ ആ സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഗതിയില്ലാത്തവന്റെ കാര്യം കട്ടപ്പോകെ. അള്ള തീരുമാനിക്കുന്നത് അധ്വാനിച്ചാൽ നേടിയെടുക്കുക. എന്നാ ആ അധ്വാനം ലീക്കാകാതിരിക്കാനും നോക്കണം. അക്കൗണ്ടിൽ ഇങ്ങനെ കൊണ്ടിട്ട് പക്ഷേ ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഫോറം പൂരിപ്പിച്ചപ്പോ മാനേജർ പറയാണ് 0 ബാലൻസ് ആണ്, ഇവിടേക്ക് കായ് വന്നിട്ടില്ല. ഈ ലോറും അസറും ഈ തഹജ്ജുദും തറാവീഹും തഹിയ്യത്തും ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്ത് ചെല്ലുമ്പോ ഇതൊന്നും അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ എന്താ ഈ കുത്തിമറിച്ചില് കാര്യം? എന്താ ഈ നോമ്പില് കാര്യം? ഫവൈലുല്ലിൽ മുസ്വല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ചെറിയ വർത്താനല്ലല്ലോ അത്. ആ സൂറത്ത് തന്നെ തുടങ്ങുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ? എന്റെ ഭാഷയെ പറഞ്ഞ മതത്തെ മക്കാറാക്കുക, പടച്ചോനെ മക്കാറാക്കുക. എന്നിട്ട് അവിടെ പറയുന്നത് എന്താ? ഫവൈലുല്ലിൽ മുസ്വല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം, വൈലെന്ന നരകം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അശ്രദ്ധവാന്മാരായ നിസ്കാരക്കാർ. അല്ലദീനഹും യുറാഊൻ, ജനങ്ങൾ കാണാൻ വേണ്ടി. പേരക്കുട്ടിക്ക് പെങ്കെട്ട് വരണില്ല എന്ന് കണ്ടപ്പോ വല്യപ്പൊരു പള്ളിക്ക് കോക്ക്. അതെന്താ? അതൊന്നുമല്ല, ഇങ്ങനെ കാര്യം അങ്ങനെ ഉണ്ട്. ഖലാസോടുകൂടി ചെയ്യുന്നവരുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വീകരിക്കട്ടെ. അതല്ലാത്തല്ല, അങ്ങനെ ഉണ്ട്. സ്പെഷ്യൽ നിസ്കാരം, അതിനു വേണ്ടിയുള്ള ഒരു നിസ്കാരം. പണ്ട് കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ പോലെ ഒന്നല്ല. പണ്ടൊക്കെ നോമ്പുണ്ട് കഴിഞ്ഞാൽ പെരുന്നാൾ ഒന്നിന് ഒരു ചീട്ടുകളി വട്ടം വരും എല്ലാ മഹലിലും, അല്ലെങ്കിൽ ഒരു കൗടികളി കളി, 12,000 കളിക്കാർ. അത് പിന്നെ വലിയൊരുനാൾ വരെ അങ്ങനെ ദായിമാലാണ്. പിന്നെ അവിടെ അതിൻ്റെ സ്ഥലമായി മാറുകയാണ് കാരണന്മാര്, പള്ളി കമ്മിറ്റി ആളുകളൊക്കെ. ഇന്ന് അതൊക്കെ പോയി എന്തുണ്ടായി? ബോധം വന്നിട്ടുണ്ട്, നല്ല ബോധം വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരിലൂടെയും ബോധം വന്നിട്ടുണ്ട്. പേരക്കുട്ടിനെ കണ്ടിട്ട് വല്യപ്പ നന്നായിട്ടുണ്ട്. പഴയ പോലെയല്ല. ക്ലാസ് കേൾക്കുന്നു, ക്യാമ്പ് കേൾക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പണ്ട് നോമ്പ് നോൽക്കാതെ പ്രായം ചെന്നവര് ഹോട്ടലിന്റെ പിന്നിൽ കൂടി കയറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പതില്ല. ഒരു ഖൗഫ് വന്നിട്ടുണ്ട്. എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പക്കാരതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരൻ വരുന്നത് കാണുമ്പോൾ പിന്നെ താനെ വരികയാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു സമയത്ത് മഞ്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹത്തെ കാണാൻ പോയി. ഇസ്മായിൽ, ഒരു മമ്മൂട്ടിയാക്കാന്റെ മരുവനാണ്. ഞാൻ അയാളെ കാണാൻ പോയതാണ്. അപ്പൊ ഇസ്മായിൽ ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു. ഇസ്മായിൽ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓൻ എവിടെ പോയാലാ കാണാൻ പറ്റുകയെന്ന്. അപ്പൊ ഈ തന്തനോട് പറയാൻ, ചിലപ്പോ ആ പള്ളിന്റെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഓനൊരു നിക്കാരത്തിന്റെ കമ്പക്കാരനാണ്. ഒരു നിക്കാരത്തിന്റെ കമ്പക്കാരനാണ്, ഈ കാളൂട്ടിന്റെ കമ്പക്കാരനാന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നൊരു കാലം അതൊക്കെ പോയി. ഇന്ന് ഇബാദത്തുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ മനസ്സ് എവിടെയൊക്കെയാണ്, ചിന്ത വേറെ എവിടെയൊക്കെയാണ്. ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു ടാങ്കിൽ വെള്ളം നിറച്ചു, വിരുന്ന് പോയി, തിരിച്ചു വന്നിട്ട് ചെരുപ്പ് കഴുകാൻ ടാപ്പ് തുറന്നു നോക്കിയപ്പോ ഒരിറ്റ് ചാടുന്നില്ല. എന്താ കാര്യം? ഒരു വര ഉണ്ടായിരുന്ന ടാങ്കിമ്മേ, അത് കൂടി ഒലിച്ചിട്ട് ടാങ്കി കാലിയായി. ഇബാദത്ത് കൊണ്ട് നമ്മൾ നിറച്ചിരിക്കുന്നു. പക്ഷേ ഒരു ചെറിയ തെറ്റ്. റമദാൻ അന്നളറു സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ചെറിയ കാര്യമാണ്. ഗൾഫ് പോയി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം, നല്ല ജോലി, അറബിയോടൊപ്പം പോവാ, നല്ല ഭാഷ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കണേലടക്കാൻ ഒരു സുന്ദരി കണ്ടുപോയി. ഒന്ന് നോക്കി, വണ്ടി വേച്ചി, ടെസ്റ്റ് പൊട്ടി, ഓന്റെ കാര്യം കട്ടപ്പോകാം പോയി. ഈ റമദാൻ നമ്മളൊരു നോട്ടം, നമ്മളൊരു സംസാരം, നമ്മളൊരു ചിന്ത. എല്ലാവരും നോമ്പ് മുറിയുന്ന കാര്യം, ഇത് അങ്ങോട്ട് കയറൽ, അത് ഇങ്ങോട്ട് ഇറങ്ങൽ, ദിമ്മല പിടുത്തം. അതിലപ്പുറം ആത്മീയമായി നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നോന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മിണ്ടാതിരിക്കുക. എന്താണ്? ഞാൻ ഈ റമദാനിന് എന്നെ കൂടുതൽ ശ്രദ്ധിച്ച്
ഞാനൊരു ഒരു ഒരു എനിക്കൊരു വീണ്ടും വിചാരം വന്ന്, ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോ എന്നും ഞാൻ പറയണത് ഒരു വയസ്സ് തന്നെ. പിന്നെയാണ് ഞാൻ രക്തം ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എന്നോട് ലാബ് ഒന്ന് ചോദിച്ചു, അല്ല കഴിഞ്ഞതിൽ പോയത് പറഞ്ഞിരുന്നത് 48 ആയിരുന്നല്ലോ, ഇപ്പൊ എന്തേ 46? അതൊരു ഇഷാറത്തിലാണ് പറഞ്ഞു പോയതാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു സ്വഭാവമാണ്, നമ്മളെ ഏജ് എത്രയെന്ന് വരെ കൂട്ടി നോക്കിയിട്ടില്ല. എന്നിട്ടൊന്ന് പിറകോട്ട് നോക്കുക, നമ്മൾ എവിടെയാണ്, എത്രയാണ്, എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക്. ഇങ്ങനെ കിട്ടിയ റമദാൻ എനിക്ക് തോന്നി പോളിടെക്നിക്കിൽ ഒന്ന് ലീവ് എടുത്താൽ എന്താ? അള്ളാഹു വേറെ വഴി തന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി മക്കള് ജീവിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഗൾഫിലേക്കൊക്കെ ഇങ്ങനെ പോകാൻ ആളുകൾ വിളിക്കുമ്പോൾ അങ്ങനെ ഒരു വഴി തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ചുറ്റിപ്പറ്റി നേരം കളയണോ? റമദാൻ മുതലാക്കണ്ടേ? റമദാൻ കിട്ടിയിട്ട് അത് മുതലാക്കാതെ പോയവന്റെ പേരിൽ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് ദുആയിരുന്നത്. മക്കളെ, ആമീൻ പറഞ്ഞത് ചില്ലറക്കാരനല്ല, ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കടുപ്പാണ് ആ ദുആയിരുന്നത് ജിബ്രീൽ, ആമീൻ പറഞ്ഞത് ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കിട്ടി. ചിലവരൊക്കെ ഇങ്ങനെ വെറുതെ ഇതിൽ കണ്ട് കൂടി കൊടുക്കുകയാണ്. മർഹബൻ ലി ഷഹരി റമളാൻ വെക്കണം നമ്മള്. ഇപ്പൊ ഇന്നലെ ഒരു പള്ളിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തറാവീഹിന് ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഇഫ്തിറാഷിന്റെ ഇരുത്തല്ല, തവറുക്കിന്റെ ഇരുത്ത ഇരിക്കേണ്ടത്, സലാം വീട്ടുമ്പോ ഇരിക്കേണ്ട ഇരുത്താണ്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇന്നിപ്പോ എത്ര നോമ്പ്? 27 ആയിട്ടാണ് തറാവീഹ് പഠിപ്പിക്കുന്നത്. കണ്ടില്ലേ, കതിരിന്റെ തൊട്ട് വളടുക എന്നറിയില്ലേ, അതുപോലെ. അത് മുമ്പേ പറഞ്ഞു കൊടുത്താൽ എന്താവെന്ന് അറിയോ? അവിടുന്ന് ഇങ്ങണ്ട് ക്ലിയർ ആക്കി വരും. തഹിയ്യാത്ത് വരെ ഏതുവരെ ചൊല്ലേണ്ടതെന്ന് പിടുത്തല്ലാതെ ഓതുന്നവരുണ്ട്. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ അവിടെ നിർത്തല്. വേറൊരാളോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അവിടെ നിർത്തല്. അതുമല്ലല്ലോ വഅല ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ഉറപ്പല്ലേ? ഞാൻ ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പിക്കാം. അപ്പൊ എന്താ അറിയാ, നമ്മൾ ഈ ചെയ്യുന്നത് പോലും ഇപ്പോഴും ക്ലിയർ ആക്കണില്ല. ഈ റമദാനൊക്കെ മയ്യത്ത് സ്കരിക്കുമ്പോ ഒരാൾ എന്റെ അടുത്തുനിന്ന് ചെല്ലാണ്. ആദ്യത്തേൽ ഫാത്തിഹ, പിറ്റത്തേൽ കുൽഹു അല്ലാഹ്, പിറ്റത്തേൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അല്ലാതെ പിന്നെ ഏതാന്ന് അതന്നെ. ഇങ്ങനെ എന്താ കാര്യം? അപ്പൊ എന്താ അറിയാ, നമ്മൾ ടൈലറിങ് നമ്മൾ പഠിച്ച്, ടൈലറിങ് ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ പഠിച്ച്, കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ച്, ഈ വയസ്സാം കാലത്ത് സ്പോക്കൺ ഇംഗ്ലീഷിന് പോയിട്ട് അത് പഠിച്ച്, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് ഏത് കോലത്തിൽ ഇരിക്കണം ഇതൊന്നും പഠിക്കാതെ വെറുതെ ഇങ്ങനെ ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാരല്ല, അതൊന്നും ഞമ്മക്ക് ബാധകല്ല എന്നാ ചിലവര് പറച്ചിലെന്നെ. എന്താണെന്നറിയോ? ഞമ്മക്കത് ബാധകല്ല. ഞാൻ ഓരോട് അറിയാം, പിന്നെ നിങ്ങൾക്ക് അത് ദ്രാവകമാണെന്ന് ചോദിക്കും. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒളു ചെയ്ത് കഴിഞ്ഞാൽ 2 കൈയും കണ്ണും മേൽപോട്ടേക്ക് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന. എത്ര സുന്ദരാണ് ആ ദുആ. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ. ഹൗദും കരക്കണ്ട് എഴുതി ഒട്ടിച്ചിട്ട്. മദ്രസയിൽ പോയവന് കുറച്ച് തൻ്റെ ഇടം കൈമ നോക്കിച്ചല്ല. നിസ്കാരത്തിന്റെ അത്തയ്യാത്തൊന്നും ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല, അത് നോക്കിച്ചല്ല. അതിന്റെ അടിയിലുണ്ട് ഒരു എഴുത്ത് എഴുതിയിട്ട് അതും കൂടി വായിക്കണം. ഈ ദുആ പതിവാക്കുന്നതിന് സ്വർഗത്തിലെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ചൊറുക്കിന് എഴുതി വെച്ചതല്ല അത്. അവിടൊക്കെ എന്താ ചെയ്യണത്? എന്റെ അമ്മായി തോരക്കുമ്പോ ഞാൻ വിചാരിച്ച് ഇതിന്റെ അമ്മായിനോടും ഉമ്മാനോടൊക്കെ അള്ളാഹ് സ്വകാര്യം പറഞ്ഞതാണോ, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന് ധരിച്ചു പോയി എന്റെ കുട്ടിക്കാലത്ത്. അപ്പൊ എന്റെ പൊന്നുപ്പ, അള്ളാഹു അദ്ദേഹത്തിന്റെ പോയ ലോകം നന്നാക്കട്ടെ, ഇപ്പൊ തോരക്കുന്നുണ്ട്. അപ്പൊക്ക് മനസ്സിലായി ഇതിലാണുങ്ങളുണ്ട്. നമ്മൾ എന്താന്നറിയാം, അതൊന്നും ഞമ്മക്ക് ബാധകല്ല. ഇപ്പോഴും കണ്ടിട്ടോ നിങ്ങള്? തറാവീഹിനേക്കാൾ പുണ്യല്ലേ റവാത്തിബിന്? ഇല്ലേ? ഇശാ കഴിഞ്ഞിട്ടുള്ള സുന്നത്ത്, ഇശാ കഴിഞ്ഞിട്ടുള്ള റവാത്തിബ് സുന്നത്ത്, ഇശായിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു, അത് ഏറെ പുണ്യുണ്ട്. എന്താ ചെയ്യണമെന്ന് അറിയോ? പല ആൾക്കാരും തറാവീഹിന് മൊയ്ലിയർ ഒരുങ്ങുമ്പോത്തിന് സിഗരറ്റിന് തീ കൊടുത്തിട്ട് അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ കുറച്ച് അതൊക്കെ ഉണ്ട്. ഓല് ഇങ്ങനെ പകലും നോമ്പ് പറ്റ സാധുക്കള്, നമ്മളൊക്കെ പൊട്ടന്മാരും. അപ്പൊ എന്താ സംഭവം? ഇതിന്റെ പവിത്രത പറഞ്ഞു കൊടുത്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല.
പവിത്രത മനസ്സിലാക്കിയാൽ ളുഹ പതിവാക്കും. ഈ സദസ്സുക്ക് ഞാൻ കയറി വരുമ്പോ വെറുതെ വന്നിരുന്നാൽ ഒന്നുമില്ലെങ്കിൽ ഇവര് പറയും, മൂപ്പരെ അയാള് വലിയ ഒരു സലാം ചെല്ലാൻ മറന്നല്ലോ അല്ലെ, ഒരു സംബോധന ചെയ്യാൻ മറന്നല്ലോ, അങ്ങനെ ഉണ്ടല്ലോ ചിലവര്. ഇങ്ങനെ പോവും, സലാം ചെല്ലൂല, ഒന്നും പറയില്ലല്ലോ. അപ്പൊ എന്നെ വിലയിരുത്തും. ഈ മസ്ജിദിനോടുള്ള സംബോധനയാണ്, അഭിവാദ്യമാണ് തഹിയ്യത്ത് എന്ന് ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിക്കൊക്കെ വന്നാൽ നമ്മളൊരു ചങ്ങായിനെ കാണുമ്പോ ഹലോ അസ്സലാമു അലൈക്കും, എവിടെ, ഈ സംബോധനയാണ് അത്ര പള്ളിനോട് തഹിയ്യത്ത്. വന്നേക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ കയറിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കാതെ നിങ്ങൾ അവിടെ ഇരിക്കരുത് എന്നാ. ഒന്നാട് ഇറങ്ങിയിട്ട് പിന്നെയും വന്നിട്ട് നിസ്കരിച്ച, പോയിട്ട് പിന്നെയും വന്ന് നിസ്കരിക്കുക. പണ്ടേതൊരു ചങ്ങായി വർത്താനം പറഞ്ഞ് എന്റെ തഹിയ്യത്തും കലാക്കി ചെയ്യുന്നത്. തഹിയ്യത്ത് കലാവൂല, ആണ്ടിറങ്ങുക അങ്ങോട്ട് വരിക, എത്ര നിസ്കരിക്കും. പിന്നെ ഒരു സ്വഹാബിനല്ലേ ആരംഭ റസൂലുള്ള പറഞ്ഞത്, ഓ ഞാൻ അത്ഭുതപ്പെട്ടു, നിങ്ങളുടെ ചെരുപ്പിന്റെ ഒച്ച ഞാൻ സ്വർഗത്തിന്റെ പരിസരത്ത് കേട്ടു. സ്വഹാബിയാണെങ്കിൽ മരിച്ചിട്ടില്ല. ചോദിച്ചു, നിങ്ങൾ ഇത്ര പ്രത്യേകമായിട്ട് എന്തോ ഒരു സീക്രട്ട് കാര്യങ്ങൾ ചെയ്യണ്ട, അല്ലാതെ നിങ്ങളെ ആൾപെരുമാറ്റം ഞാൻ അവിടെ കാണൂല. ഒന്നുമില്ല നബിയെ, ഞാൻ വുളു എടുത്തതിന്റെ ശേഷം വുളുവിന്റെ സുന്നത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഏത് വുളു ചെയ്ത് കഴിഞ്ഞാൽ ആ മേൽപോട്ട് കൈ ഉയർത്തിയുള്ള ദുആ, അത് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ വുളുവിന്റെ സുന്നത്തിന് അല്ലേ, പിന്നെ തഹിയ്യത്ത്, ഇങ്ങനെ കാണുന്നോടത്ത് മുഴുവൻ റബ്ബ് കൂലിയോണ്ട് നിറച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒഴിവാക്കാതെ പതിവാക്കുക. ളുഹ, തഹജ്ജുദ്, പാതിരാവിലെ നമ്മൾ എണീക്കുകയാണ്. ആ ഒരു തഹജ്ജുദിന്റെ പവിത്രത മനസ്സിലാക്കി സുജൂദിൽ അള്ളാഹുവുമായി സംസാരിച്ചാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ നിങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണുണ്ടല്ലോ, നമ്മളെ ബ്ലഡ് നാളൊന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കി മക്കളെ. ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൂടെ ആരെങ്കിലും ഉണ്ടോ, കൂടെ ആരെങ്കിലും വന്നിക്കണോന്ന് ചോദിക്കുമ്പോ എന്താ അയാൾ അങ്ങനെ ചോദിക്കാൻ എന്നായി. അപ്പോഴാണ് അയാളെ മാത്രം സ്വകാര്യം വിളിച്ച് ചോദിക്കും, പറയും, കഴിഞ്ഞിറങ്ങിയ ബേജാറായി. എൻ്റെ ഒരു ബന്ധു വന്നിട്ട് കസേരല്ലാണ്ട് കുഴഞ്ഞു വീണിട്ട് പറഞ്ഞു, അളിയ ഒക്കെ പേച്ച്. എന്ത് ചോദിച്ചു? ഒന്നുമല്ല, ക്യാൻസറാന്ന് കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മളെ ഈ ലൈറ്റിന് ലങ്കലില്ല, പിന്നെ കത്തിക്കണ പൂത്തിരിക്ക് മനോഹാരിതല്ല, പിന്നെ തിന്നണ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല, പോയില്ല. പിന്നെന്ത് ചൊയ, പിന്നെന്ത് ടേസ്റ്റ്, പിന്നെന്ത് രുചി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നിരിക്കുക എൻ്റെ കൂടെ, വണ്ടി വിട്ടിട്ട്. ജലീൽ റഹ്മാനിയുടെ പ്രസംഗം ഇഷ്ടമാണ്, നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ പോകണം. ഇങ്ങനെ കാരത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് കൽബിന് കുളിരേഖ, എവിടേക്കാണ് ഈ പാച്ചില്? നമ്മളൊക്കെ ഇങ്ങനെ പോവുകയാണ്. വലിയ ആലിമൂപ്പന്റെ ആളാണ്, അവിടെ അനൗൺസ്, ഇവിടെ അനൗൺസ്, മറ്റോടത്ത് ഫ്ലക്സ്. ഇതൊക്കെ അവസാനം ഒരു പതാകയേ ഉള്ളൂ, അത് വെള്ളയാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് നന്നാക്കാൻ നോക്കുക. അതിനു വേണ്ടി മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൂട്ടണ്ടേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അള്ളാന്റെ റിലയിലായുള്ള ജീവിതം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിലൊക്കെ കാര്യം? മനുഷ്യന്റെ സമയം വെറുതെ പോവാണ്. അപ്പൊ എനിക്ക് തോന്നി പോളിടെക്നിക്ക് ലീവ് എടുക്കുക, റമദാനൊന്ന് മുതലാക്കാൻ നോക്കുക. ജലീൽ റഹ്മാനെ, ഞാനൊരു ഹദീസിന്റെ കിതാബ് എൻ്റെ ഉപ്പ എനിക്ക് പകർന്നു തന്നതൊക്കെ ഞാൻ മറിച്ചു നോക്കുകയാണ്. അങ്ങനെ മറിച്ചു നോക്കുക, ഓരോ ദിവസവും അതിങ്ങനെ ക്രോഡീകരിക്കുകയാണ്. അതിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെടുക. എന്താവോ റഹ്മാൻ സൂറത്ത് എൻ്റെ അമ്മൻ എന്നോട് ചോദിച്ചത് എന്താ അറിയാം, എന്നും അതെന്നെന്താ എൻ്റെ കുട്ടി ഓതനം. അതിലും വേറെ രസമുണ്ട്. എന്താ, നമ്മളൊരു പാട്ടന്നെ അങ്ങനെ കേട്ടാൽ, ഇപ്പൊ ഞാനും പാട്ട് കേൾക്കുന്ന ആളാണ് വണ്ടിയിൽ. എൻ്റെ ഡ്രൈവർ എന്നെ പറയും, ഇപ്പൊ എന്നാലും ചങ്ങായി അതൊന്ന് മാറ്റിക്കൂടെ, എത്ര കാലമായി ഇത് ഇല്ലെന്ന് പറയും. റഹ്മാനോട് മതി കിടണില്ല. ഈ ഖുർആന്റെ ഒരു പ്രത്യേകത അതാണ്. ഇഷ്ടപ്പെട്ട സൂറത്ത് ഈ തന്നെ ഓതിയിട്ട് ഒരു മടുപ്പില്ലല്ലോ. പരിശുദ്ധ ഖുർആന്റെ ഒരു പവിത്രതയാണത്. ഒരു ഹർഫിന് 10 ഹസനത്തുണ്ട് എന്ന് പറയുന്ന ആ സംഭവം പരമാവധി മുതലാക്കാൻ നോക്കാം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയൊരു മാസവും കൂടിയാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഊഹാപോഹങ്ങളിലൂടെ പോവുകയാണ്.
ഇപ്പൊ ഒരാൾ പറയുന്ന നിലാവില്ല, ലൈലത്തുൽ ഖദർ ഇല്ല എന്നാ തോന്നുന്നത്. മൂപ്പര് വിചാരം എന്താ അറിയോ, ഈ ഇവിടൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ തീർത്ഥാടനത്തിന് പോയാ അതേമാതിരി എന്തോ ഒരു സാധനം ഇങ്ങനെ പ്രദർശിപ്പിക്കലാണ്, അല്ലെങ്കിൽ ഒരു സാധനം കണ്ട് ഇറങ്ങലാണ്. അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് അങ്ങനൊക്കെ ഒരു തോന്നലാണ്. എന്തെങ്കിലും ഒരു സാധനത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ച് വേറെ ഒരു തോന്നലാണ്. അതല്ല, അതിലപ്പുറം ആ ഒറ്റ സൂറത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ ഇറങ്ങിയായിരുന്നു. മോശക്കാരനാ. ആരാ ജിബ്രീൽ? ജിബ്രീൽ ആരാ? അല്ലേ ഈ കണ്ട അമ്പിയാക്കൾക്ക് മുഴുവനും വഹി എത്തിച്ച മഹാനല്ലേ, മലക്കുകളുടെ നേതാവായ ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് വലിയ ശക്തിയാണത്രേ, വലിയ ശക്തി. നബിമാരൊക്കെ അടങ്ങറായോടത്തേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന് നിരത്തിയ ആളാണ് ഈ ജിബ്രീല്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബുദ്ധിമുട്ടിൽ കുടുക്കി. ആര്? ഇബ്ലീസ് വന്നിട്ട് വിചാരടാ. അപ്പൊ ഈസാ നബി പറഞ്ഞു കൊടുത്തില്ല. വിചാര രണ്ടാളും തമ്മിൽ തർക്കം രൂക്ഷായി. ഇവനെ കൊണ്ട് സ്വയിപ്പായല്ലോ റബ്ബേ ഞാൻ നിന്നോട് സമ്മതം ചോദിക്കുകയാണ്. ഇവൻ വെറുതെ വിടാൻ പറ്റൂല. ഇവനെ കൊണ്ടുള്ള ഓനക്കും കുറെ അനുയായികളുണ്ട്, കുറച്ച് കോടാനക്കോടി ആൾക്കാരേറ്റ അവൻ വന്നിക്കണ്. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഫ്രിക്കയിൽ ബൈത്തുൽ അഹ്മിലാണ് മറിയം ബീവി ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ചത്. ബൈത്തുൽ അഹ്മ് ഞാൻ കുറെ ആയിട്ട് പ്രസംഗിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്നലെയാണ് ഞാന് വെറുതെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ എടുത്തിട്ട് നോക്കി, ഖുർആന്റെ അങ്ങനെ നോക്കി. അതിന്റെ വിശദീകരണത്തില് ബൈത്തുൽ അഹ്മിന് ഇൻ ബ്രാക്കറ്റ് ബത്ലഹേം. ഞാൻ എപ്പോഴാ അറിയണത് ബത്ലഹേം എന്ന് പറഞ്ഞത് ഈ ബൈത്തുൽ അഹ്മാണ്. അൽഹംദുലില്ലാ ഒരു വിവരം കിട്ടിയത് ഇന്നലെ. അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ചില കാര്യങ്ങൾ ഇങ്ങനെ പോവും, കുറെ കഴിഞ്ഞാലേ നമുക്ക് അതാണോ ഇതെന്ന് തോന്നിപ്പോവും. അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടങ്ങറായപ്പോ അള്ളഹാനോട് ചോദിച്ചപ്പോ അള്ളാ തഖ്ഫീഫൻ സോഫ്റ്റ് ആയിട്ടൊന്നാണ് തോണ്ടിക്കാളെ. ആരോട്? ജിബ്രീലിനെ ഇറക്കി കൊടുത്തിട്ട്. ജിബ്രീൽ സഹായിയായി വരികയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ചിറക് 600 ചിറകാണ്. അതിൽ ഒരു ചിറക് 595 മാറ്റി വെച്ചിട്ട് ഈ ഒറ്റ ചിറക് കൊണ്ട് ഒന്ന് സാമ്പിൾ നോക്കിയതാ. ഒന്നുണ്ട് സാമ്പിൾ നോക്കിയപ്പോ ഇബ്ലീസ് ആ നിന്നീന്നോടത്തുനിന്ന് ഈ ബൈത്തുൽ അഹ്മിന്റെ പരിസരത്ത് നിന്ന് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് ഹബ്ഷയിലേക്ക്, ഇന്നത്തെ എത്തോപ്യ, അവിടേക്ക് ഈ മനുഷ്യൻ 7000 എന്നാ എന്റെ ഓർമ്മ. പിന്നെ ഓർമ്മ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. അത്രയും കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ട് ഒരു വികല. ബാക്കിയുള്ളവർ ഓടിക്കഴിച്ചില്ലായി. കാരണം എനിക്ക് അമീറിന് കിട്ടിയ ഇതാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇനി എന്താ കിട്ടുക എന്നുള്ളത്. ആ ജിബ്രീൽ അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും. ആ ജിബ്രീലിനെ ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഇടങ്ങറാക്കി. അത് പഹം മറന്ന് പിന്നെ വന്നിട്ട് റസൂലുള്ളാഹിനെ വസ്വാസാക്കിയിട്ട് ഇടങ്ങറാക്കി. റസൂലുള്ളാഹിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തിപ്പോ അങ്ങനെ ഉഷാറാക്കി ഓന്റെ കുംഫും കരാട്ടൊക്കെ നിൽക്കുക. അപ്പോഴും റസൂലുള്ള പറഞ്ഞു വേണ്ട, എന്തിനു പ്രശ്നം ഉണ്ടാക്കുന്നു, വെറുതെ തട്ടിക്കേരി കുഴപ്പമാണ് മൂർച്ഛിച്ചപ്പോ ഇതുപോലെ ആരംഭ റസൂലുള്ളയും പറഞ്ഞു റബ്ബേ ഒരു പാകുമില്ല ഈ പഹനെ കൊണ്ട്, ഞാൻ എന്താ വേണ്ടത്? പറഞ്ഞു നിനക്ക് ജിബ്രീലിനെ ഇറക്കി തരുന്നുണ്ട്. ജിബ്രീലിന് ഓർഡർ കൊടുത്തു. അള്ളാഹിന്റെ സമ്മതത്തോടു കൂടി ഇതേ ജിബ്രീൽ വന്നു അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതേപോലെ ഒരു തോണ്ടല്. അന്ന് ഈ പഹം വീണത് ഹിമാലയത്തിന്റെ പിന്നിൽ വന്നിട്ടാണ്. അന്ന് വീണത്. ആ ജിബ്രീൽ ചില്ലറക്കാരനല്ല. ആ ജിബ്രീലിന്റെ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ നബിമാർക്ക് പോലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് എന്ന മഹാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒറ്റക്ക് കണ്ടപ്പോ അന്ന് പോയതാത്ര കാഴ്ച. മരിക്കോളം പിന്നെ കാഴ്ചട്ടിക്കില്ല. അത്ര സൂപ്പർ ഫൈൻ പ്രകാശാണ് ആര്? ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജിബ്രീല് മക്കളെ ഇന്നത്തെ ദിവസം നമ്മളെ കണ്ണിന്റെ കാഴ്ച പോകാതെ വരുന്ന ദിവസം ഈ ലൈലത്തുൽ ഖദ്ർ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും, മനുഷ്യരെ മുസാഫഹത്ത് ചെയ്യും, അവന്റെ ഖൽബ് കുളിരണിയുന്നതിന്റെ ലക്ഷണം എന്റെ ഉസ്താദന്മാര് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്.
കൽബ് കുളിരണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആള് ദേഷ്യക്കാരനാവൂലത്ര, പിന്നെ ചൂടാവൂല. പിന്നെ ഈ ലൈലത്തുൽ ഖദ്ർ ഉണ്ടായിട്ടും നോമ്പ് 28-നും ചൂടാകുണ്ടെങ്കിൽ മനസ്സിലാക്ക ജിബ്രീൽ ആ വൈക്കോട്ട് വന്നിട്ടില്ല, ഇയാളോട്ട് കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്താ വേണ്ടതെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാമീപ്യം കിട്ടി എന്ന് ഉറപ്പാക്കാൻ റമളാൻ കഴിഞ്ഞാൽ കാണാ ആൾക്കാരെ, ഓപ്പ നന്നായിക്കണ്, ഭയമായിരുന്നല്ല, ഓ മുന്നിലെ സൊഫിൽ ഇമാമിന്റെ തൊട്ടടുത്ത് ജുമാക്ക് അൽക്കാഫ് സൂപ്പറായോതും. അതിന്റെ ശേഷം ആ കുട്ടി അന്നത്തെ റമളാനൊക്കെ നന്നായത്. അതിനാണ് ഈ റമളാൻ, സമുദ്ധരിക്കാനാണ്. ഇതൊരു ഹബ്സിൽ നിന്ന് കഴിച്ചിലായ പോലെയാണ്. മാസം കണ്ടാണ്ട് ബൈക്കൊക്കെ പൊട്ടിച്ചൊരു വരവ് ഏതോ ജയിലിൽ നിന്ന് വിട്ടമാതിരി. അതാണ് റമളാൻ. അതാണല്ലോ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ കോട്ടായിട്ടിട്ട് കാണാൻ ഇനി എത്രണ്ണുണ്ട്, അങ്ങനെ ഇനി എത്രണ്ണുണ്ട് എന്ന് ചോദിക്കണോനെ ഇടങ്ങറായിട്ടാണ്. തറാവീഹിനും അങ്ങനെ തന്നെയാണ്. എഴുത്തിരിക്കനോട് ചോദിക്കും 18 ഇതിൽ കുൽഹുവല്ലതല്ലേ, ഇതിൽ കുൽഹുവല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിൽ ഇതാജയല്ലേ ഓതിയത്, മൂപ്പർക്ക് എന്തോ പറ്റി വീഴുന്നു. എന്നൊരു സുബ്ഹാനല്ലാഹ് ഇമാമന് പോയി പണിയാക്കടാ, കാരണം പിന്നെ ആ 15 ആകണുള്ളൂ. അപ്പൊ എന്താ അറിയാം, അപ്പൊ എനിക്ക് എന്നായി ഞാൻ അത്ഭുതപ്പെട്ടു. 1-ാം റക്അത്തിൽ കൈ കെട്ടി ആദ്യത്തെ റക്അത്തിൽ തന്നെ അത്തഹിയ്യാത്തിനിരുന്ന്. അപ്പൊ മറ്റോൻ പറയുള്ളവനോട് ജിമുണ്ടായിരുന്ന ഒന്ന് കേച്ചിലായ അതയച്ചിട്ട് നടക്കും. അപ്പൊ എന്താ സംഭവം എന്നറിയോ? നമ്മൾ ഈ റമളാന് വരുമ്പോ തന്നെ ഇനി വരണുണ്ട്, ഒരു വിരുന്നേരം വരുമ്പോ നമ്മൾ അളിയനോ പെങ്ങളോ മുത്താപ്പ ആരോ ആവട്ടെ, ആള് ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവെന്താ? അവര് വരുമ്പോണ്ട് നമ്മളെ മുടിയൊക്കെ വാർന്നിട്ട്, നമ്മൾ നല്ല കുപ്പായിട്ട്, നമ്മളെ പെരയിലെ കച്ചറൊക്കെ എടുത്ത് വെച്ച്, അവർക്ക് നല്ല പ്രത്യേകമായ സോഫ ഒക്കെ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ പോണോ അവരെ നിർത്തുന്നതിന്റെ ഒരു രംഗുണ്ട്. നേരെ മറിച്ചോ അല്ലാത്ത ഇഷ്ടപ്പെടാത്ത ആളാണ് വരുന്നത് എങ്കിൽ കുടിക്കാരത്തിനോട് തന്നെ നമ്മൾ പറയും, വല്ലാത്തൊരു ഇതായി പോയി, ഇനിയിപ്പോ മറ്റാൾ വരണുണ്ട്. അങ്ങനത്തെ ഒരു തോന്നലാണെങ്കിൽ അയാളെ നല്ല രീതിയിലല്ല നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവുക. റമളാൻ വരുമ്പോ സന്തോഷിക്കണം. എൻ്റെ ഒപ്പം എന്നെ പള്ളിക്ക് അങ്ങനെ കൊണ്ടേയിരുത്തിട്ടേ കാണാം, ഈ ആദ്യത്തെ 10 പോകുമ്പോ പടകുട്ടി ഇന്ന് അസറാട്ടപ്പം മഗ്‌രിബാകാൻ പോവുക. മഗ്‌രിബിന്റെ അവിടുന്നാണ്ട് മഗ്‌ഫിറത്തിന്റെ 10-ആണ്. അതുകൊണ്ട് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അങ്ങനെ ദ്വാരപ്പിക്കൂട്ടാ. എപ്പോഴും ശീലാണത്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പങ്കുവെക്കുകയാണ്. നമ്മളൊരു മസ്ജിദിലല്ലേ ഇരിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ കാണാം, സൂര്യൻ താവുമ്പോ പുഴയെന്ന് ഇങ്ങനെ കണ്ട കുറച്ചും കൂടി ഉള്ളു ഞാൻ ചൊല്ലിക്കാം, അല്ലാഹുമ്മ റഹംനി. ഞാൻ കിട്ടൂലല്ലോ. ആ 10 പോയി. ഇത് 2017 ജൂലൈ 20 ഇന്നത്തെ ഡേറ്റ് 21. ഇനി ജൂലൈ 21 കിട്ടും അടുത്ത കൊല്ലം. അത് 2018 അല്ല, ഏതാ 2018. ഇത് പോയി. ലോട്ടറിക്കാരൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. സമയം എനിക്കോ നിങ്ങൾക്കോ വേണ്ടി കാത്തു നിൽക്കുന്നില്ല, അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുക. ലോട്ടറിക്കാരന്റെ വർത്താനാണ്. ഈ ചാൻസ് കിട്ടണ സമയം പരമാവധി വസൂലാക്കാൻ നോക്കുക. 2 സ്നേഹിതന്മാരിൽ ഒരാൾ യുദ്ധത്തിൽ, ഞാൻ ചുരുക്കുകയാണ്, യുദ്ധത്തിൽ ഷഹീദായി ആദ്യം അള്ളാന്റെ അടുത്തേക്ക് പോയി. അടുത്ത ഫ്രണ്ട് 1 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം യുദ്ധത്തിലൊന്നുമല്ലാതെ സ്വാഭാവികമായി റൂഹിനെ പിടിച്ച് അങ്ങനെ മരിച്ചുപോയി. അവിടെ എത്തിയിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് പരിഗണിച്ചത് 2-ാമത്തെ ആളെയാണ്. ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് കംപ്ലൈന്റ് വന്നു, നബിയെ എന്ത് പണിയാണത്? ഇസ്ലാമിന് വേണ്ടി രക്തം ചിന്തി ഷഹീദായി മരിച്ച ആ മനുഷ്യൻ 2, മറ്റാള് ഫസ്റ്റ്. അതെന്ത് പരിപാടിയാണ്? ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ശ്രദ്ധിക്കണേ, പറഞ്ഞ മറുപടി ഈ ഷഹീദിന് ശേഷം ആ മരിച്ച ചങ്ങായിക്ക് ഒരു റമദാനും കൂടി അധികം കിട്ടിയിരിക്കണേ. ഒരു റമദാനും കൂടി അധികം കിട്ടിയ മെച്ചാണ് അയാൾക്ക് അവിടെ കിട്ടിയത്. അള്ളാഹു ഇനിയും നമ്മുടെ ജീവിതത്തിൽ റമദാനുകൾ തെരുമാറാകട്ടെ. പരമാവധി വസൂലാക്കുക. നമ്മളിത് എത്ര ദിവസം കൂടി ഉണ്ടെന്ന് നോക്കല്ല. ഞാൻ പേപ്പർ മാറ്റിവെച്ച മാസമാണ്. എനിക്ക് പോളിടെക്നിക്ക് ലീവ് എടുത്തപ്പോ ഒരു ചിന്ത വന്നു, എന്തിനാവശ്യമില്ലാത്തത് നോക്കണ്? ട്രംപ് എന്തോ അലക്കെങ്കിലും ആയിക്കോട്ടെ, എനിക്കെന്താ?
എന്റെ ഖബർക്ക് ഞാൻ ഇപ്പൊ അവിടെ പ്രശ്നം നടക്കണ്, ഇവിടെ പ്രശ്നം നടക്കണ്. അതിലപ്പുറം ഈ ഖുർആനിലുണ്ടല്ലോ വരാൻ പോണ കഴിഞ്ഞതാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത്. ഇന്നലെ ഒരു ജഡ്ജി ചൂടായി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. ഞാനത് വായിച്ചിട്ട് ജഡ്ജിക്ക് എന്താ ഇക്കെന്താ, നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ നോക്കുമ്പോ നാളെ വരാൻ പോണതുണ്ടായില്, അതാണല്ലോ ഞാൻ നോക്കേണ്ടത്. ഇതെന്നലെ പോയി, അതിനിപ്പോ ഞാൻ എന്താക്കാനാ? നമ്മളെല്ലാവരും നമ്മളെ വീട്ടിലെ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റി വെക്കുക, മറ്റുള്ളതൊക്കെ ഉണ്ട് കൂട്ടുക. എന്നിട്ട് നമ്മളെ ഭാര്യ മക്കൾ അൽഹംദുലില്ലാഹ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ. നമ്മളിതൊക്കെ ചെയ്തിങ്ങനെ വന്ന് പെരേ ചെന്നാൽ കാണാം അവരൊക്കെ കന്തം വിട്ട് കെടുക്കായിരിക്കും. അവർക്ക് ഇതിന്റെ പവിത്രത പറഞ്ഞു കൊടുക്കാത്ത കുഴപ്പ. പവിത്രത പറഞ്ഞ എല്ലാവരും എല്ലാം ചെയ്യും. കയ്പൊക്കെ കയ്പാണെങ്കിലും ഇതുകൊണ്ട് മെച്ചുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞാൽ കാണാം നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കണം. ലുഹ കൊണ്ട് എന്താ മെച്ചെന്ന് പഠിച്ചാൽ ലുഹ നമ്മൾ നിസ്കരിച്ചിരിക്കും. റവാത്തിബ് ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള അതുകൊണ്ട് എന്താ മെച്ചെന്ന് അറിഞ്ഞാൽ അത് ചെയ്തിരിക്കും. 6 നോമ്പ് കൊണ്ട് എന്താ മെച്ചെന്ന് അറിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും. മെച്ചം അറിയായിട്ടാണ്. ഇതൊരു ടോണിക്കാണ്. ഇതിനിങ്ങനെ മെച്ചുണ്ട് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ചെയ്യും, അത് കുടിക്കും. എന്നതുപോലെയാണ് ഇബാദത്തുകൾ എല്ലാം. ഇപ്പോ ഈ ഇശാ നിസ്കാരം ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ ആരംഭ റസൂലുള്ളാഹിയുടെ കൂടെ 100 ഹജ്ജ് ചെയ്ത സവാബാണ്. ഓരോ നബിമാരതും എണ്ണി പറയുന്നുണ്ട്. അതില് ഇശാ ജമാഅത്തായി ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ ഈ റമദാനിന് മാക്സിമം നോക്കി ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ വൈകി. അപ്പൊ ഞാൻ പെണ്ണുങ്ങൾക്ക് വിളിച്ചറിഞ്ഞു, ആയിട്ടില്ല, ഞാൻ വന്നിട്ട് നിസ്കരിക്കാം. കിട്ടിക്കോട്ടെ. ബിസബയും വൈശരീനും തറജ. എൻ്റെ കുട്ടികൾക്കത് ശീലാക്കി. ഇങ്ങനെ ഈ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഞാൻ പൊന്നാനിക്കൊക്കെ തോന്നുന്നു, എന്താ ഈ ഓത്തിന്റെ ആ ഹലാവത്ത്, മാധുര്യം, ആരാതിൽ മതിമറക്കാത്തത്. ഇന്നാഴത്തെ അകൽ കൗസറൊക്കെ സ്പീഡിൽ ഓതിനാണുമ്പോൾ ഞാൻ വലിയ സങ്കടത്തിൽ പലരോടും പറയലുണ്ട്. ഒപ്പത്തായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോണ്ടല്ല അതിനത്. നിങ്ങൾ പറയും അലംതറ ഡബിൾ അടിക്കാന്നല്ലേ, ജലീൽ റഹ്മാനി പറയലുണ്ട്. ഇതിന്റെ മാധുര്യം ഇപ്പൊ കിടന്നിറങ്ങണ കുറെ ആൾക്കാരുണ്ടാവും. അവര് പോട്ടെ, അതിന്റെ കഥ അല്ല. നമ്മളെ ഖബർക്ക് കാരണം എന്താ അറിയോ? ചെല്ലുമ്പോ ഖബർ ഒരു പേടിപ്പിച്ചലുണ്ട്. അതെല്ലാരും ജനാസ ഉണ്ടാവുമ്പോഴുണ്ട്. ഞാൻ ചുരുക്കാണ്. ഏത് ജനാസ പള്ളിക്കാട്ടിലേക്കാണ്ട് ചെല്ലുമ്പോഴും ഖബർ ഇങ്ങണ്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അനബൈത്തുദ്ദൂദ്, അനബൈത്തുൽ ഉർബ, അനബൈത്തുൽ വഹ്ശ, അനബൈത്തുദ്ദൂദ്, പുഴുവരിക്കുന്ന വീടാണ്. അനബൈത്തുൽ ഉർബ, തേള്, പാമ്പുള്ള ഇഴജീവികൾ അല്ലെ. അനബൈത്തുൽ വഹ്ശ, ഏകാന്തത, ഒറ്റക്കാണ് ഇവിടെ അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു വീടാണ്. എന്റെ അർത്ഥത്തിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം. കാരണം ഇപ്പൊ പഠിപ്പിച്ചെന്നത് ഇപ്പൊ അതൊന്ന് നോക്കാനൊന്നും അയക്കൂല, ലഫ്ളർത്ഥമൊന്നുമല്ല. ഇപ്പൊ പറയും ഇങ്ങനെയാണ് പറഞ്ഞോട് അറിയാം. അപ്പൊ ഞാൻ പോയാണ് പ്രസംഗിക്കും. അങ്ങനെയാണ് ഈ രംഗത്ത് വന്നത്. അപ്പൊ ചിലപ്പോ ചില ഉസ്താദ്മാരെ വിളിച്ചിട്ട് പറയും, ഞാൻ മാഷിയത്തിന്റെ മാർഗം തന്നെ പ്രസംഗിച്ചപ്പോൾ ഒരു ഹുദവി എന്നെ വിളിച്ചിട്ട് പറയും മാഷിയത്തല്ല മായീഷത്താണ്. ഞാൻ തിരുത്തി. അങ്ങനെയുള്ളല്ല, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പിന്നീട് അതാണ്ട് ശരിയാക്കലാണ്. അപ്പൊ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. ഖബർ ഇങ്ങോട്ട് പറയും അനബൈത്തുദ്ദൂദ്, അനബൈത്തുൽ ഉർബ, അനബൈത്തുൽ വഹ്ശ. ഇത് സ്ഥിരം എല്ലാ ഖാദിയേറെ ജനാസയും ഏറ്റിക്കൊണ്ടിരുമ്പോ ഖബർ ഇങ്ങണ്ട് പറയണ ബേജാറാക്കല. ഇത് ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാരമോൾ ഫാത്തിമത്തും ബിദ്ഉം മിന്നീ, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണ എന്ന് പറഞ്ഞ മുത്ത് നബിയുടെ മോള്. ആ മോളെ ജനാസ സഹാബ കിറാം കട്ടിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുവരാണ്. അപ്പൊ ആ കൊണ്ടുവരുന്നവർ പറഞ്ഞത്ര പിന്നെ ഖബറേ എനിക്ക് സാധാരണ ഒരു പരിപാടി ഉണ്ട്. എന്ത്? ഈ മയ്യത്ത് ഇങ്ങനെ കാണുമ്പോ ഒരു ബേജാറാക്കല്, അനബൈത്തുദ്ദൂദ്, അനബൈത്തുൽ ഉർബ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ കുട്ടിയുടെ കാര്യത്തിൽ വേണ്ടട്ടാ. ഇതാരാന്നറിയോ? ഇത് സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. ഇത് ഹിയ ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പറഞ്ഞത് അതാ, ഹിയ ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചില്ലറക്കാരത്തിയല്ല, ഇത് അള്ളാന്റെ റസൂലിന്റെ മോളാണ്. മാത്രല്ല വസയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. ഇത് സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവും കൂടിയാണ്. തലൈവി സ്വർഗത്തിലെ പെണ്ണുങ്ങളെ ലീഡറും കൂടിയാണ് ഈ പെൺകുട്ടി.
അതുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ എല്ലാരും ബേജാറാക്കണായിട്ടുണ്ട്, ബേജാറാക്കണ്ട. ഖബർ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്. റസൂലുള്ളാഹിന്റെ കെയർ ഓഫും അതും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. ഇവിടെ അമലുണ്ടോ ഉണ്ടെങ്കിൽ കണ്ട് സുഖമായിട്ട് വന്നാ മതിയെന്ന് ഫാത്തിമ ബീവിനോട് ഖബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ പാത്തുമുത്താന്റെ മക്കളായ എന്നോടും നിങ്ങളോടും എന്താ ഖബർ പറയാ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാലം നമ്മളെ വയസ്സൊന്ന് കൂട്ടിവെക്കാം. എനിക്ക് 48ആയി. ഇനിയിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, കുറച്ചൊക്കെ കോച്ചറായി തരക്കൊന്ന് അവസാനിപ്പിച്ച്, കുറച്ചൊക്കെ എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റണതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ജീവിതമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി സന്തോഷപ്പെടുത്തി മരിക്കുമ്പോൾ ശത്രുക്കളൊക്കെ ഒന്ന് കുറച്ച് കുറെയൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാളെ. വെറുതെ ഒന്നല്ല, ഇതൊന്നും വരവ് വെക്കാത്ത കാരണം ഈ തിങ്കളാഴ്ച ഈ വ്യാഴാഴ്ച അമലേറ്റാണ്ട് ചെല്ലും മലക്കോളം അള്ളാന്റെ അടുത്തേക്ക്. ഈ മനുഷ്യന്റെ ഇതൊക്കെ ഒന്നാണ് മാറ്റി വെച്ചാള്. എന്താ കാര്യം? കുറച്ച് ആൾക്കാരായിട്ട് അലോഹിയുണ്ട്, അത് ക്ലിയർ ആക്കിയിട്ട് എടുക്കുക. അപ്പ ആലോചിക്ക അല്ല ആൾക്കാരായിട്ട് അലോഹി ഉണ്ടെങ്കിൽ ഓനെ മാറ്റി വെക്കുക, ഷിർക്ക് ചെയ്തോന്റെ മാറ്റി വെക്കുക. അങ്ങനെ ഉണ്ട്, വിശദമായിട്ട് ഇവര് പറയും. അത് എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒന്ന് ലോഹിയായിക്കളി. ഒരു 2 ചങ്ങായിമാരായിട്ട് ലോഹിയായ ഈ ലോറ് അസുരം സ്വീകരിക്കുകയാണെങ്കിൽ എന്തിനാ കളീന്? മരിച്ചിട്ട് പിന്നെ ഒന്ന് പൊരുത്തപ്പെടുമോ എന്ന് ചോദിച്ചിട്ട് തല ഇങ്ങനെ ആട്ടിയാൽ കാലും കിടന്ന് ആടുകയാണ്. പിന്നില്ല, ബെല്ലടിച്ചാ പിന്നെ ബുക്ക് എടുത്ത് പഠിക്കൽ കഴിഞ്ഞ്. സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചാൽ പോയി കഥ. റൂഹ് തൊണ്ടക്കുതയിൽ എത്തിയതിന് ശേഷം എന്നാ ഞാൻ ഒന്നുകൂടി മറിച്ചു നോക്കട്ടെ, ഒന്നുകൂടി അതിനില്ല സമയം. ബെല്ലടിച്ച് പിന്നെ പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ഇത് പാടില്ല. വ്യാഴം തിങ്കൾ പിന്നെ ഷഅബാൻ 15-നും ഇതുപോലെ അമലുകൾ ഹാജരാക്കപ്പെടും. എപ്പ അള്ളാഹ് പറയുന്നുണ്ട് അറിയാം? ആ കൊടുന്ന കൂട്ടത്തില് അലോഹിയായി നിൽക്കണോൻ്റെത് വേറെ മാറ്റിവെച്ചാളി, ഷിർക്ക് ചെയ്തനോനെ വേറെ മാറ്റിവെച്ചാളി. അതിലും നമ്മൾ പെടൂല. നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാളി. ഇനിയിപ്പോ എന്താന്നറിയോ? ഓൻ കുറെ കടുപ്പം കാട്ടിയിട്ടുണ്ട്, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അങ്ങനൊന്നും വേണ്ട. മൻ തവാള റഫഅഹുല്ലാഹ്, താഴ്മ ചെയ്തു നോക്കി അള്ളാഹ് ഉയർത്തും. അങ്ങോട്ട് പോയിട്ട് പറയും, ഇന്ന അടിച്ച ഒരാളുണ്ട്, സ്കൂളിൽ നിന്ന് അടിച്ചതാ, ഇപ്പോഴും മറക്കാൻ പറ്റൂല. കാരണം ഞാൻ സ്കൂൾ ലീഡറായി മത്സരിക്കുമ്പോൾ എന്നെ അടിച്ച ആളാണ്. പിന്നെ ഞാൻ അവനെ കാണുകയാണ്. സത്യത്തിൽ മരണദേശീയായിരുന്നു. പക്ഷെ എനിക്കൊരു ദിവസം ഈ ഹദീസ് ഉണ്ട് കേട്ടപ്പോ തോന്നി, ഇതുകൊണ്ട് മെച്ചുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും പറയില്ല, അല്ലാഹ് ഖൈർ എന്നോട് പോവുക. ഖബറിന്ന് നേരത്തെ എഴുന്നേൽപ്പിക്കും, മഹ്ശറിൽ വേഗം വിളിക്കും, ഹിസാബിന് വേഗം വിളിക്കും. അവിടൊക്കെ മെച്ചുണ്ട്, പരിഗണന ഉണ്ട്. അപ്പൊ അലോഹ്യം ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കി കളി. സ്വന്തം കുട്ടികളെ അടുത്തേക്ക് പോവാത്ത ആപ്പാരുണ്ട്, പെങ്ങന്മാരെ കാണാത്തവരുണ്ട്, ഒന്നുമില്ല. അവനാന്റെ തള്ളനേറ്റ് വരെ അലോഹ്യമുള്ളവരുണ്ട്. എൻ്റെ അമ്മ ഉണ്ട് വരുമ്പോ നെഞ്ഞുവേദന, ബൈപ്പാസ് സർജറി കഴിഞ്ഞതാ. ഞാൻ ജലീൽ റഹ്മാനിക്ക് വിളിക്കാൻ നിൽക്കുകയായിരുന്നു ഇന്ന് ഞാന്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇതൊരു നഷ്ടമാണ്. അമ്മ ഞാനിങ്ങനെ പോവുകയാണ്, ഞാൻ ഇവിടെ നിന്നില്ലേ, എൻ്റെ കുട്ടി പോയിക്കോളി. ആ ധൈര്യം കിട്ടിയപ്പോ ഞാൻ പോന്ന്. ഇനി ഞാൻ പോയാ ഒന്ന് നാറ്റും, എൻ്റെ അമ്മാനൊന്ന് നാറ്റും. അത് ഞങ്ങളോട് വെറുതെ കളവ് പറയല്ല, എൻ്റെ കൽബ് പെടഞ്ഞാൽ ഞാൻ പറയുന്നത്. പൊതുയോഗം കഴിഞ്ഞാൽ എൻ്റെ അമ്മാനെ ചെന്നൊന്ന് നാറ്റും. അതുണ്ട് കിട്ടിയാല് അതുണ്ട് കിട്ടിയിട്ട് പൊന്നാര മക്കളമ്മാൻ്റെ ഒരു മുഖം തെളിയുന്നൊരു രംഗമുണ്ട്. ഇപ്പൊ മരിച്ചതിൻ്റെ ശേഷം എപ്പോഴും പലരോടും പറയാണ്, ഞാനത് അറിഞ്ഞിട്ടില്ല ഇതുണ്ടായതുകൊണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ഒരു ചെലവില്ല. പെരേക്ക് കയറുമ്പോൾ മക്കളെ അസ്സലാമു അലൈക്കും, കുട്ടികളെ അസ്സലാമു അലൈക്കും, ഭാര്യനോട് അസ്സലാമു അലൈക്കും ഒക്കെ ഇതിങ്ങനെ പതിവാക്കി സലാം മാത്രം ഉണ്ടായാൽ തന്നെ കുറെ നന്നാവും. നമ്മളെ വീടും പരിസരവും എല്ലാം നമ്മൾ നന്നാക്കണം. നമ്മൾ നന്ദിയുള്ളവരാവണം. വെള്ളം കിട്ടുന്നുണ്ട്, മഴ ഉണ്ട്, അതുപോലെ വീടുണ്ടാകുന്നുണ്ട്, വണ്ടി ഉണ്ട്, അതിമേൽ എഴുതിയിട്ടുണ്ട് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ ശ്രേഷ്ഠതയാണ്. അവിടെ ചുരുക്കിക്കുകയാണ്. ബാക്കിയും കൂടിയും പഠിഞ്ഞ കാര്യം പൂർത്തിയാവും. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ ശ്രേഷ്ഠതയാണ്. ബസ്സുമ്മലുണ്ട്, ഓട്ടോറിക്ഷമ്മലുണ്ട്, ബൈക്കുമ്മലുണ്ട്, പേരന്റെ മൂന്നായത്തും എഴുതിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോണ പേരമ്മലും ഉണ്ട് ബോർഡ്. ബാക്കി വായിക്കണം. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ജി നന്ദിയുള്ളവനാടോ അതോ നിഷേധിയാണോ? കണ്ടോ? അള്ളാഹ് തന്നാൽ നല്ല പ്രസംഗം വന്നാ ഞാൻ 2 റക്അത്ത് ശുക്ർ നിസ്കരിക്കും.
പിറ്റേ ദിവസം സൂപ്പറായിട്ട് പ്രസംഗം വരും. ഉമ്മ പറയും കുഴഞ്ഞിട്ട് ആള് പോയത്, കയറി വന്നപ്പോ സൂപ്പറാണല്ലോ. എന്താ കാരണം? ഇതുപോലെ ഒരു മജ്‌ലിസ് കിട്ടിയാൽ മതി. അപ്പൊ എന്താണെന്നറിയാം, ല ഇൻ ശകർത്തും ലഅസീദന്നക്കും, നന്ദി ചെയ്ത് നോക്കി അള്ളാഹു കൂടുതലാക്കി തരും. നഷ്ടങ്ങൾ വരുമ്പോ അന്തം വിട്ട് ചീറണ്ട. എയർപോർട്ടിൽ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ നിർത്തുക. അവസാനം പറയാൻ ഒരു പെൺകുട്ടി വന്നിട്ട്, നിങ്ങൾക്ക് ഇന്ന് പോകാൻ കഴിയില്ലട്ടാ, സോറി. എങ്ങനെ പോകാൻ പറ്റില്ല? ഞാൻ അങ്ങനെ ഇടങ്ങറായിന്റെ 2 കൊല്ലത്തെ അത് എന്തെല്ലാം പ്ലാനാന്നറിയാം. വാർപ്പിന്റെ പണി നടക്കണം അവിടെ, 2 ലോൺ അടച്ചു തീർക്കുക. എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കണ്? ഞാൻ പോവില്ല, എനിക്ക് നഷ്ടപരിഹാരത്തിന് ഞാൻ ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുക. കാരണം ഇപ്പൊ ആകെ ജഗ പുകാക്കി കുഴഞ്ഞ് തളർന്ന് ഇങ്ങനെ ഇരിക്ക. അപ്പൊ ഒന്ന് ഉറങ്ങി. പിന്നീട് ചുമരുമ്പൊക്കെ നോക്കുമ്പോ ഫ്ലാഷ് ന്യൂസ്, ഇപ്പോൾ പൊങ്ങിയ ആ എയർ ഇന്ത്യ എക്സ്പ്രസ് കടലിൽ കത്തിക്കരിഞ്ഞു വീണു. അപ്പോഴാണ് അവിടെ വന്നൊരു വേഷം പറഞ്ഞിരുന്നു, സാരല്ല മാൻ, അതിൽ ഹൈറുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. എന്ത് ഹൈറ്? വിസ മുടങ്ങിയതോ? നമുക്ക് തോന്നും എന്തിലും ഹൈറുണ്ടെന്ന് ചിന്തിച്ച് നീങ്ങിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഖളായിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തൂങ്ങി മരിക്കൂല, ബേജാറാവൂല, അറ്റാക്ക് ഉണ്ടാവില്ല. ഇക്കതേ കണക്കാക്കിയിട്ടുള്ളൂ. മക്കളെ കാര്യത്തിലും അങ്ങനെ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അല്ലേ? ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവ്വലക്കും, അല്ലേ? തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലുമുണ്ട് വ്യക്തമായ ശത്രു. ഓലും ചിലപ്പോ നമ്മളെ ശത്രുവായി തരും. ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാം? ഞാൻ അങ്ങനെ ഒക്കെ അതാക്കിയിട്ട് എന്നോട് കാട്ടണണ്ടില്ലേ, നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതിന്റെ പേരാണ് ഖളാ. ഖളായിൽ വിശ്വസിച്ച തൂങ്ങി മരിക്കാൻ പോവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, പിപ്പിരിയായിട്ട് വീടിന്റെ അവിടെ ഇരിക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാം, ദീന്, ഈ ഇസ്സത്ത് അതാവട്ടെ. ഖത്തറിൽ പ്രതിസന്ധി ഉണ്ട്, എല്ലാം താറുമാറാകുന്ന കാലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ തഹജ്ജുദ് നിസ്കരിച്ച് ഇന്നത്തെ ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളെ മസ്ജിദും യതീംഖാനി നബിദിനും എല്ലാ ഏർപ്പാടും ആ പൊലിമയിലാണ് മക്കളെ. അവിടെ ഏട്ടനും അഞ്ചനും തമ്മിലുള്ള തർക്കം പോലെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് മുതലെടുക്കാൻ അയൽവക്കത്ത് ശത്രുക്കളുണ്ട്. അവർക്കിടയിൽ ഖൽബിയായ യോജിപ്പിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു അറേബ്യൻ രാഷ്ട്രത്തിലും അതുപോലെ മുസ്ലിം ലോകത്തും അതുപോലെ സർവ്വലോകത്തും നമ്മൾ ഇടപെടുകാൻ പോകുന്ന എല്ലാ നാട്ടിലും സമാധാനവും ശാന്തിയും വർഷിപ്പിക്കുമാറാകട്ടെ. നീണ്ടുപോയതിൽ ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെ വരുമ്പോ പിന്നെ അങ്ങനെ വരലാണ്, പിന്നെ നിർത്തണം എന്ന് എഴുത്തരലാണ്. പക്ഷെ നമുക്കധികം നീട്ടണം എന്ന് എഴുത്തുന്നതുകൊണ്ട് വെയ്യെങ്കിലും ഇങ്ങനെ നീട്ടിപ്പോകും. പക്ഷെ നിർത്തണം എന്ന് എഴുത്തുന്ന അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇന്നുണ്ട് കൊടുന്ന ഡ്രൈവർ ഇനി ഞാൻ റമദാൻ കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ എനിക്ക് എന്താണുള്ളതെന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും തോന്നും കിഡ്നിക്ക് എന്തോ ഉണ്ട്, കാരണം മൂത്രം കുറവാ, അല്ലെങ്കിൽ തോന്നും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പഠിച്ചോന്റെ തൗഫീഖോട് കൂടി എപ്പ ചെക്കപ്പ് ചെയ്താലും ആ പൈസ പോക്കാ, ഒന്നുമില്ല അറിയും. അപ്പൊ പണ്ടാരാ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യണുണ്ടായിരുന്നില്ല, അപ്പൊ എത്ര നഷ്ടമാണ് എന്നിങ്ങനെ പറയും ചില ആൾക്ക്. പക്ഷെ എനിക്ക് തോന്നി ഏതെങ്കിലും മനുഷ്യന്മാരെ ദുആ ഉണ്ടാവും. എന്ത് ചാക്ക് മറിച്ച് കേൾക്കണോ, എനിക്ക് വാതിൽ വെച്ചുകൊടുത്ത അതിന്റെ പുണ്യം ഉണ്ടാവില്ലേ? അതുണ്ടാവും. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വന്ന ഒരാള്, എന്റെ അത്ര കഴിയണോനല്ല, എന്നെ ഡ്രൈവ് ചെയ്തോടുന്ന ആള് കുടല് മാറ്റി വെക്കണം. അവന്റെ കുടല് മാറ്റി വെക്കണം. 25 ലക്ഷം രൂപ ചെലവാന്നാണ്. ഞാൻ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് എല്ലാ മജ്‌ലിസിലും അവനോട് പറയും, എന്റെ കൂടെ വാ, തോരക്കട്ടെ. ചിലപ്പം എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ട് ഈ ക്യാൻസർ ആശുപത്രിയിൽ തൃശ്ശൂരിൽ അമലയിലേക്ക് പോയ ആളാണ്. ഒരു ഉസ്താദ് പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദ് തോന്നുന്നുണ്ട്, ദ്വാണ്ട് ചെയ്തു, തഹജ്ജുദ് നിസ്കരിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് RCCക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. CH സെന്ററിലേക്ക് വിളിച്ചു. RCC ചെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചിരിച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിക്കണം. എന്തേന്ന് ചോദിച്ച് എന്നോട് ഈ ഡോക്ടർ, എന്തത്തെ ഡോക്ടറാ അവിടുത്തെ ഡോക്ടർ, അയാൾക്കൊരു വലക്കും തിരിയില്ല. ഇയാള് പറയാണ് എനിക്ക് ആരെ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞേന്ന്. എന്താ കാരണം? ഏതോ ഒരു തഹജ്ജുദിന്റെ സുജൂദിൽ ഇവന്റെ കീഴ്പ്പെട്ടുള്ള ചോദ്യത്തിനിടയിൽ ഖാലിഖായ റബ്ബിന്റെ ഇടയിൽ മറയില്ല ഇവന്റെയും ഇടയിൽ എന്ന് പറഞ്ഞപ്പോ, ഇങ്ങനത്തെ മജ്‌ലിസിന് ഞാൻ അവനോട് പറഞ്ഞു, ഒന്നും കണ്ട് പോരെ, ചിലപ്പോ എങ്ങാനും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു
അവരെയും അതുപോലെ നമ്മളെ കുടുംബത്തിലൊക്കെ ഉള്ള രോഗം കൊണ്ട് വലയുന്നവർക്കൊക്കെ അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് എന്നവര് ഈമാനിന് ദ്വാരുന്നിട്ട് പിന്നെ ദ്വാരുന്നത് ആഫിയത്തിനാണ്. ഇന്ന് ഗ്യാസിന്റെ തേട്ടലുണ്ടെങ്കിൽ തറാവീന് ഇവിടെ ഇരിക്കൂല. ഇന്നത്തെ എന്തെങ്കിലും തിന്നിട്ട് ഇവിടുന്ന് കണ്ട് വെള്ളം ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഇതിന് നിൽക്കൂല. ആഫിയത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് നിൽക്കും. അപ്പൊ എന്താ അറിയാ, ഒരു ചെറിയ വയറുവേദന ഉണ്ടായാൽ മതി, തറാവിയും മുടങ്ങും. അപ്പോ എപ്പോഴും ദ്വാരക്കുമ്പോ മഹാനായ സിദ്ദീഖ് എന്നൊരു കൽപ്പിച്ചൊരു കൽപ്പന കൂടിയാണ് ആരംഭ റസൂലുള്ള പറഞ്ഞു കൊടുത്ത കൽപ്പനയാണ്. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ആഫിയത്തിനാണ്. അള്ളാഹു എത്ര കാലം ജീവിക്കുന്നുവോ ഓർമ്മയോടുകൂടി മാ ദാമ അഖ്ലുഹു സാബിത, ബുദ്ധി നല്ല പോലെ നിന്ന് നിസ്കരിക്കാനും നോമ്പുൽക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.